യോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. കുറച്ച് ദിവസമായി ഞാൻ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ചേച്ചിയുടെ വക ഒരു ട്രീറ്റ് ഉണ്ട് കേട്ടോ. വെറ്റിയെടുത്തിയുടെ വക ഇന്നൊരു ട്രീറ്റാണ്. ട്രീറ്റ് ഞങ്ങൾ കൊല്ലത്ത് പോവാണ്. ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. ഏത് റെസ്റ്റോറൻറ്റിലാണ് പോകുന്നത് ഞങ്ങൾ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. അത് ഞങ്ങൾ വഴിയെ നിങ്ങളോട് പറയും. വിശേഷം എന്താണെന്ന് ഞാൻ പറയാം. ചേച്ചി അങ്ങനെ എന്താ പറയുന്ന RN ക്ലിയർ ചെയ്തു. യു എസിലെ RN എക്സാം ക്ലിയർ ചെയ്തു കേട്ടോ. ഓ, ചേച്ചി ഒരു കില്ലാടി അല്ലേ. എൻക്ലെക്സ് എന്ന് പറയും. എൻക്ലെക്സ് എന്ന് പറയും. ചേച്ചിയുടെ മാസങ്ങളുടെ പ്രയത്നം കാരണം ചേച്ചി അത് ക്ലിയർ ചെയ്തു കേട്ടോ. അതിന് ചേച്ചിയുടെ വക ഒരു ട്രീറ്റ്. അതിന് ഞങ്ങൾ കൊല്ലത്ത് പോവാണ് ഗൈസ്. ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ചേച്ചി മമ്മൂട്ടി ഈ ഇടയ്ക്ക് പത്മഭൂഷൺ കിട്ടിയപ്പോൾ ഒരു ഇന്റർവ്യൂവർ ചോദിച്ചപ്പോഴേ പറഞ്ഞ അതേ സെയിം ഡയലോഗ്. എന്ത് ചോദിച്ചാലും സന്തോഷം. ഭയങ്കര വിനയമുള്ള ആളായിട്ടോ, ഭയങ്കര വിനയം. ഞങ്ങള് ഇപ്പം അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക, കൊല്ലത്ത് പോവാണ് ഗൈസ്. ഇപ്പൊ തുടർന്നുള്ള വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങളെ കൊല്ലം പള്ളിമുക്കിലെ കാവേല വന്നേക്കുന്നത് കേട്ടോ. ഞങ്ങൾ വന്നു. ഇനിയിപ്പം ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ട്രീറ്റ് തരുന്ന ആളാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഓർഡർ ചെയ്യണ്ടേ. അങ്ങനെ ചേച്ചി ഓർഡർ ചെയ്യാനായിട്ടൊക്കെയുള്ള തിരക്കിലാണ്. അങ്ങനെ വെൽക്കം ഡ്രിങ്ക് വന്നു. എങ്ങനെയുണ്ട് നീ കുടിച്ചിട്ട്? ഗ്രേപ്പ് ജ്യൂസ് അല്ലേ? എടുത്തു പറയേണ്ടത് ഇവിടെ നല്ല അടിപൊളി ആംബിയൻസ് ആട്ടോ. ഞങ്ങളിപ്പോൾ ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, ചുറ്റും മറ്റേ എന്താ പറയുന്നത് ഒരു പ്രത്യേക ഓറയാണ്. ഞങ്ങളിപ്പോൾ കയറി വന്നപ്പോൾ തന്നെ അവിടെ ഒരു എന്താ പറയുന്ന ഒരു ഫൗണ്ടൻ പോലെ കണ്ടായിരുന്നു. അതും അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ. സത്യം പറഞ്ഞാലേ ഞങ്ങളിവിടെ വരാനുള്ള മെയിൻ റീസൺ ഹലീം കഴിക്കാമെന്നുള്ളൊരൊറ്റ ഉദ്ദേശത്തിലാണ് ഞങ്ങൾ വന്നത്. പക്ഷേ സാധനം എവിടെയെന്ന് വെച്ചാൽ ഇവിടെ ഹലീമില്ല. മെനുവിലുണ്ട്, പക്ഷേ സാധനം ഇപ്പോൾ അവൈലബിൾ അല്ല. അപ്പോൾ ഞങ്ങൾ ഹലീം എന്നുള്ളൊരു സ്വപ്നം ഞങ്ങളിവിടെ ഉപേക്ഷിച്ച് ഗൈസ്. അപ്പോൾ ഞങ്ങൾക്ക് ഓർഡർ ചെയ്തു. 20 മിനിറ്റ്സ് വെയിറ്റിംഗാണ് പറഞ്ഞേക്കുന്നത്. 20 മിനിറ്റ്സ് വെയിറ്റിംഗ് കഴിഞ്ഞിട്ട് ഫുഡ് വരും. അപ്പോൾ അതുവരെ ഞങ്ങളിവിടെ പോസ്റ്റാണ്. അങ്ങനെ കോഫി വന്നു ഗൈസ്. ഇത് ആൽമണ്ട് കോഫി, ഇത് ഹേസൽനട്ട് കോഫി. ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ടർക്കിഷ് പിസ്സ വന്നിരിക്കുകയാണ് ഗൈസ്. ഹിയർ കംസ് നെക്സ്റ്റ് ഡിഷ്. എനിക്കൊന്ന് മമ്മിയുടെ ആണെന്ന് തോന്നുന്നു അല്ലേ, പനീറാണ്. മതി, ഒരെണ്ണം കഴിച്ചാൽ മതി. അമ്മ പത്തിരി ഭയങ്കര ലൈറ്റാണ്. അത് കഴിക്കുന്നൊരു തെറ്റുമില്ല. പക്ഷേ പാവം മമ്മിക്കത് കഴിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മുടെ ടർക്കിഷ് പ്ലാറ്റർ വന്നു ഗൈസ്. ഒത്തിരി പ്ലേറ്റർ നൈസാണ് കേട്ടോ, പ്ലാറ്റർ രക്ഷയില്ല. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പം ഞാനും പോയി ഫുഡ് കഴിക്കട്ടെ. യെസ്, അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. എൻ്റെ അമ്മയെ വയറ് നിറഞ്ഞു കേട്ടോ. പ്രത്യേകിച്ച് ആ പ്ലാറ്റർ തന്നെ ഭയങ്കര ഹെവി പ്ലാറ്റർ ആയിരുന്നു കേട്ടോ. മമ്മി കഴിച്ചില്ല, മമ്മി നോമ്പായിരുന്നു. ഞങ്ങൾ കഴിച്ചു. മമ്മി പനീർ കഴിച്ചു. പനീർ കഴിച്ചു. പനീർ മഞ്ചൂരിയനും കഴിച്ചു. അതുപോലെ തന്നെ പത്തിരിയും കഴിച്ചു. ഞങ്ങളായിരുന്നു സത്യം പറഞ്ഞാൽ ലാവിഷായിട്ട് കഴിച്ചു. അപ്പോൾ താങ്ക് യു ചേച്ചി, താങ്ക് യു. പപ്പയുണ്ട്. പപ്പ ഭയങ്കര ഹാപ്പി. പപ്പ ഡബിൾ ഹാപ്പി. പപ്പയ്ക്ക് അവിടെ ഇരിക്കാം. പപ്പ ലാസ്റ്റ് ഞങ്ങൾ കുനാഫ കഴിച്ചേ. ഷുഗർ കഴിച്ച് എൻ്റെ പൊന്നു മത്ത് പിടിക്കും കേട്ടോ. അതുപോലെ മധുരമായിരുന്നു. ഞാനാണെങ്കിൽ ലാസ്റ്റിൽ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഷുഗർ സിറപ്പ് ജസ്റ്റ് ഇച്ചിരി ഒഴിച്ചുള്ളൂ. പക്ഷേ ഒത്തിരി അങ്ങ് വീണു കേട്ടോ. അതുകൊണ്ട് ഞാൻ അത് കഴിക്കേണ്ടി വന്നു. എനിക്കാണെങ്കിൽ മത്ത് പിടിച്ച അവസ്ഥയാണ് മധുരം. അപ്പോൾ ഞങ്ങളെല്ലാം കഴിച്ചു. കുനാഫ ഞങ്ങളുടെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ കഴിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ കഴിക്കണമെന്ന് ആഗ്രഹിച്ച സാധനമായിരുന്നു ഹലീം.
ഹലീം ഇവിടെ വരണമെങ്കിൽ 6 മണിക്ക് മുമ്പ് വരണം. അപ്പം നമ്മൾ വേറൊരു ദിവസം വരും, മട്ടൻ ഹലീം കഴിക്കാൻ എന്തായാലും നമ്മൾ വേറൊരു ദിവസം വരും. ഇന്നെന്തോ നമുക്ക് പറ്റിയില്ല. ഫുഡും നല്ലതായിരുന്നു, രക്ഷയിൽ പ്രത്യേകിച്ച് ആംബിയൻസ് കേട്ടോ. ഫുഡ് രക്ഷയില്ല, ആംബിയൻസ് പക്ക ആംബിയൻസ്. പപ്പ പറഞ്ഞൊരു കൊട്ടാരത്തിൽ പോയിരുന്ന ഒരു ഫീലായിരുന്നു. പ്രിപ്പറേഷനൊക്കെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് നമ്മുടെ മുന്നിൽ കൊണ്ട് വെക്കുന്ന രീതിയൊക്കെ അതെ ഭയങ്കര എന്താ പറയുന്നത്, പ്രസന്റബിൾ ആയിട്ടുള്ള രീതിയിലാണ് അവര് ഫുഡെല്ലാം കൊണ്ട് നമ്മുടെ ടേബിളിൽ കൊണ്ട് വെക്കുന്നത്. അതുകൊണ്ട് ഹാറ്റ്സ് ഓഫ് ടു ടീം കാവ. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, കമൻസിലൊക്കെ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിനി എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ.